BSEയിൽ വൻ രീതിയിൽ ഇടിവുണ്ടായിട്ടുണ്ട്. 5.34% ഭയങ്കരമായ രീതിയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ ഒരു ഇടിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വൻ ഇടിവാണുള്ളത്. ഇതിപ്പോൾ പുതിയ സെബി പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലെ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും അത് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ഒരു നിശ്ചിത കാലയളവ് വേണം എന്നൊക്കെയുള്ള ഒരു ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇതിങ്ങനെ വലിയ രീതിയിൽ ഇടിച്ചിൽ വന്നിട്ടുള്ളത്. കാരണം ഒരു വലിയ അടുത്ത കാലത്തായിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ BSEൻ്റെ ഒരു വലിയ ഒരു പ്രോഫിറ്റായിരുന്നു ഈ സാധനം. അപ്പോൾ പല ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ പല രീതിയിൽ പലർക്കും നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ ഒന്നും അല്ല കേട്ടോ. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇത് നിങ്ങളുടെ തീരുമാനം എടുക്കുക. അത് ഇന്ത്യയിലെ ഒരു ചിന്തകൾ പറയാമെന്നുള്ളൂ. ഓക്കെ, പഠന റിപ്പോർട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു ഇടിച്ചിലിന് ഇത് വിധേയമായി ഇങ്ങനെ മിഞ്ഞി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൂ ഒരു പറച്ചിൽ ഇതുവരെ ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന സാധനം ഒരു 0.2 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഡൗൺ. ഇപ്പം പറഞ്ഞാൽ 5 പോയിൻ്റ് രീതിയിലൊക്കെ അങ്ങോട്ട് തകർന്നിരിപ്പണായിട്ടില്ല. ഒരു ഇടിവ് വന്നു. ഓക്കെ, ഒന്നും പറയാൻ പറ്റാത്ത കാലം. അപ്പോൾ ഒരു വലിയ ഇടിവ് വന്നു. ഇത് ശരിക്ക് BSE എന്ന് പറയുന്നതിൻ്റെ ഫണ്ടമെൻ്റൽസ് അല്ലെങ്കിൽ അത് NSE BSE അതിൻ്റെ പവർ അറിയില്ല, ആകെ 2 ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ആൾറെഡി കുറേയൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ എന്താ ചില ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ ഇതെന്തായി കാണും. ഇപ്പോൾ വന്ന ഇടിവ്, ഈ 5% ഇടിവ്, 5% ഇതെന്താവും അവരൊരു അവസരമാക്കി മാറിക്കിട്ടും. കാരണം ഒരു 5% തിരിച്ച് അതേപോലെ പെട്ടെന്ന് കയറിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ 2-3% അങ്ങോട്ട് ഉയർന്നേക്കാം സാധ്യതയുണ്ട്. ഇതൊന്നും ഒരിക്കും ആർക്കും മാർക്കറ്റ് ഭാവി പ്രവചിക്കാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായം വേറെ. അപ്പോൾ ചില ബുദ്ധിമാന്മാരായ ആളുകൾ എന്ത് ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ട് അതിലേക്കാണ് വരും. അവർക്ക് ഒറ്റയടിക്ക് എന്താവും, അവർക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇതുള്ളത്. അപ്പോൾ എപ്പോഴും ക്രാഷുകൾ എപ്പോഴും എന്താണ് ഒരു അവസരങ്ങളാണ്. കാരണം വേറെ ഏതിലേക്കാണ് പോകുക, ആകെ NSEയും BSEയും. അപ്പോൾ വേറെ പരിപാടി നടക്കേണ്ടതാണ്. എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ചില ആളുകളൊക്കെ പറയുന്നത് എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് വാങ്ങിയ പോലെയാണ് BSE വാങ്ങിയത്. BSE ഒക്കെ ഉയർന്നിട്ടുണ്ട് കേട്ടോ. 200% അടുത്താണ് ഒരു വർഷത്തിൽ ഉയർന്നത്. വേറെ കാര്യം. കാരണം പരിപാടി മൊത്തം നടക്കുന്നത് ഈ ടോൾ പ്ലാസ പോലെയാണ്. റോഡിലൂടെ വണ്ടി പോകണമെങ്കിൽ പൈസ കൊടുക്കണം പറഞ്ഞാൽ എന്ത് സാധനം വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും ഇതിൽ കൂടെയാണ്, അല്ലെങ്കിൽ NSEയിലൂടെ. ഇതാണ് കുറേ മുമ്പുള്ള സാധനം തന്നെയാണ് ഈ BSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എനിക്കറിയില്ല. അപ്പോൾ അത് ഓരോ നേരത്തെ ഞാനൊരു ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു എപ്പോഴും തകർച്ചകൾ എപ്പോഴും എന്താണ് അവസരങ്ങളാണ്. അതായത് ഈ ചില സാധനങ്ങളുണ്ട് തകർന്ന് പോകണ. ഞാൻ പറഞ്ഞില്ല, മാങ്ങ ചീയാണെങ്കിൽ പിന്നെ അത് വാങ്ങിയിട്ടില്ല. ഇതല്ല, ഇതെന്ന് പറഞ്ഞ സാധനം ഇതന്നെ ഉള്ളൂ. ആ വണ്ടി കൂടെ തന്നെ ടോൾ പ്ലാസ് ആ റോഡിൽ കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? അതാണിത്. കാരണം ഒക്കെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആര് നടത്തുമ്പോൾ ഇവർക്ക് പൈസ കിട്ടുകയാണ്. ക്യാഷ് റിച്ച്, ഡെപ്റ്റ് ഫ്രീ, അങ്ങനത്തെ സാധനങ്ങൾ പ്രത്യേകത. നോൺ കോമ്പറ്റീവ്, മോട്ട്, ഹൈ പൊട്ടൻഷ്യൽ ടു ഗ്രോത്ത്. പറഞ്ഞുള്ളൂ. ഇന്നലെ ടാഗ് തന്നെ പറഞ്ഞ പോലെയാണ് ഈ അഭിപ്രായം. ഇപ്പോൾ ഇന്ന് ടാഗ് കണ്ടില്ല, പടപടാറിന് 3% ഉയർച്ച വന്ന്. വെറുതെ ഒരു 10 ലക്ഷത്തിൽ ആൾക്ക് എന്ത് എളുപ്പത്തിൽ പൈസ ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 30,000 റുപ്യ ബും ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ പഠനം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോട്ടോ. ഇതൊന്നും ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നേടിക്കൂടാ എന്നാണ് എൻ്റെ പറയുന്നത്. ഓക്കെ, പലിശപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ എല്ലാവരും പരമാവധി ശ്രമിക്കുകയും ചെയ്യുക. പരമാവധി ശ്രമിക്കുക. ഇന്ത്യയിലെ ഒരു തോട്ടാണ് അതൊക്കെ. എല്ലാവരും അല്ലേ, ഞാൻ ഇന്നോട് പറയുകയാണ്, ആർക്കും ഫിനാൻഷ്യൽ അഡ്വൈസ് നൽകുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇന്നും കുറച്ച് സമയമുണ്ട്. വലിയ രീതിയിലുള്ള ഉയർച്ചകൾ ഇതിൽ വരുമോ എന്നുള്ളത് നമ്മൾ നോക്കാം.